ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് OET ആദ്യമായി പഠിക്കുവാൻ പോകുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് OET ബിഗിനേഴ്സ് മാത്രം കണ്ടാൽ മതി. കാരണം റിപ്പീറ്റഡ് ആയിട്ട് OET എഴുതിയവർ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. സോ OET പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പഠിക്കുവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് OET പഠിക്കേണ്ടത്, എങ്ങനെ അവർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാം, ഇതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. നിങ്ങൾ അറിയേണ്ടത് ഇത്ര മാത്രം: ഏതൊരു ലാംഗ്വേജും നമ്മൾ പഠിക്കുമ്പോൾ അതിനെ നമ്മളൊന്ന് അറിഞ്ഞു സ്നേഹിക്കുക. നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുമോ? ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമോ? എപ്പോഴും ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും നേടിയെടുക്കുന്നത്. എല്ലാവരും സ്വന്തം ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തുവാൻ ആരാണ് കാരണം? ഒന്നെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളുടെ ഭയങ്കരമായ ആഗ്രഹം. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു വാശി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഇൻസിസ്റ്റ് ചെയ്ത്, നമ്മളെ സപ്പോർട്ട് ചെയ്ത്, നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥ. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥ. ശരിയല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്തുമാകട്ടെ, ഇപ്പോൾ OET അതിനൊരു എക്സാമ്പിൾ ആണ്. OET എന്നത് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ്, ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുവാൻ വേണ്ട ഒരു ബേസിക് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ആണ് OET. അപ്പോൾ അതിൽ 4 മൊഡ്യൂളിനും ഔട്ട് ഓഫ് 500-ൽ 350 മാർക്സ് ആണ് നമുക്ക് B ഗ്രേഡ് എന്ന ലെവലിലേക്ക് എത്തുവാൻ വേണ്ടത്. എങ്ങനെ നമുക്ക് ഈ 350 മാർക്സ് 4 മൊഡ്യൂളായ റീഡിംഗ്, ലിസണിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഇതിന് വാങ്ങിക്കാം? ഫസ്റ്റ് നമുക്ക് സ്പീക്കിങ്ങിന് എങ്ങനെ B വാങ്ങാം എന്നുള്ളതാണ്. സ്പീക്കിങ്ങിന് ബിഗിനർ ആയ നിങ്ങൾക്ക് B കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ആകെപ്പാടെ ഇപ്പോൾ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് OET-യിൽ. പേഷ്യന്റ് സെറ്റിംഗ്സ് പേഷ്യന്റ് റോളാണ്. നമ്മൾ നഴ്സും ഇന്റർലോക്കേറ്റർ പേഷ്യന്റുമാണ് എന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയുക. ആസ് യൂഷ്വൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ആ സംഭവം തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സിനാരിയോ വന്നാലും കോമൺ ആയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പഠിച്ചു വെച്ച് ഇൻ ബിറ്റ്വീനിലെ ടാസ്ക് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അതിനും ടിപ്സ് വെച്ച് തന്നെ കൺവിൻസിങ് സെന്റൻസും ഒരു 5 എണ്ണം പഠിച്ചു വെച്ചാൽ ഏതൊരു ടാസ്കിനെയും നമുക്ക് വളരെ എളുപ്പത്തിൽ മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും. 100% നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്പീക്കിങ്ങിന് B വാങ്ങിക്കാൻ സിനാരിയോ നിങ്ങൾ തന്നെ ഒരു 5 തവണ ആ സിനാരിയോ ഒന്ന് വായിക്കുക. നിങ്ങൾ സെൽഫായിട്ട് അതിന് ഒന്ന് എഴുതുക. പേഷ്യന്റ് റോളും നഴ്സ് റോളും ഒന്ന് എഴുതുക. എഴുതിയതിനു ശേഷം നിങ്ങൾ നോക്കി തന്നെ അതൊന്ന് വായിച്ച് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക. അതിൽ കറക്ഷൻ വരുത്തേണ്ടത് വീണ്ടും നിങ്ങൾ കറക്റ്റ് ചെയ്യുക. വീണ്ടും ഈ സിനാരിയോ മാത്രം എടുത്ത് എഴുതിയത് മാറ്റിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ സിനാരിയോ ടാസ്ക് മാത്രം എടുത്ത് തനിയെ ഒന്നുകൂടി പറഞ്ഞു നോക്കി റെക്കോർഡ് ചെയ്ത് കേൾക്കുക. ഇതൊന്ന് ഒരു 10 ദിവസം അടുപ്പിച്ച് ചെയ്താൽ നിങ്ങളുടെ സ്പീക്കിംഗ് ഓക്കെ ആകും. പിന്നെ നിങ്ങളൊരു ട്രെയിനിങ്ങും കൂടെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈസിയായി സ്പീക്കിങ്ങിന് B വാങ്ങിക്കുവാൻ സാധിക്കും. ക്ലിയർ ആയില്ലേ? റൈറ്റിങ്ങും ഇതുപോലെ തന്നെ. റൈറ്റിങ്ങിന്റെയും ഒരു മോഡൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു 2 മോഡൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ഏത് ലെറ്റർ കിട്ടുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഫ്ലോയിൽ തന്നെ അതിനകത്ത് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിനു മുൻപ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. ISBAR മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. കാരണം നമ്മൾക്ക് ഫസ്റ്റ് അതിന്റെ ഇൻഫർമേഷൻ ഐഡന്റിഫിക്കേഷൻ ഡേറ്റാസ് എൻ്റർ ചെയ്യണം. അഡ്രസ്, ഡേറ്റ്, സല്യൂട്ടേഷൻ ആൻഡ് റെഫറൻസ്, then introduction paragraph, then body paragraph 1 or 2, then conclusion paragraph, then yours sincerely or yours faithfully, then registered nurse. ഇതാണ് നമ്മളുടെ ഒരു ഫോർമാറ്റ്. അത് ഫോളോ ചെയ്യുക. അതിലുള്ള കുറച്ച് പങ്ക്ച്വേഷൻസ്, ഗ്രാമർ, ടൈപ്പ് ഓഫ് സെന്റൻസ് ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അത് 2 മോഡൽ ലെറ്റർ എവിടെയെങ്കിലും നിങ്ങൾ എഴുതിയൊന്ന് കിട്ടിയാൽ, ഞാൻ ലെറ്ററൊക്കെ
നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റൈറ്റിങ്ങിന്റെ ആ ഒരു ഡൗട്ട്സും ക്ലിയർ ചെയ്യപ്പെടും. ഓക്കെ, പിന്നെ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കറക്ഷൻ കിട്ടിയാൽ റൈറ്റിങ്ങും നമുക്ക് 45 മിനിറ്റ്സ് ഉള്ളത് 35 മിനിറ്റ്സ് വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്താൽ റിമൈനിങ് 10 മിനിറ്റ്സ് നമുക്ക് പ്രൂഫ് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഉള്ള മിസ്റ്റേക്ക്, ഇപ്പൊ ജെൻഡർ ചേഞ്ചസോ പങ്ക്ച്വേഷൻ മിസ്റ്റേക്സോ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിനും നമ്മൾക്ക് ബി വാങ്ങിക്കാൻ. പിന്നെ റീഡിങ്ങും ലിസണിങ്ങും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ കാർട്ടൂൺ അല്ലെങ്കിൽ വെബ് സീരീസ്, കാഷ്വാലിറ്റി സീരീസ് ഒക്കെ കണ്ട് അത് ഒപ്പം ഒന്ന് പറയുവാനും എഴുതുവാനും ശ്രമിക്കുക. നിങ്ങൾ കൂടുതലും കാർട്ടൂൺ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് മൂവീസോ ഇംഗ്ലീഷ് കാർട്ടൂണോ നിങ്ങൾ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് സ്ലോലി മേളിലേക്ക് വരും. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പവുമായിരിക്കും. അല്ലാതെ പോയി ഗ്രാമറിന് ചേരുന്നു, പിന്നെ ഒരു മാസം പോയി ബേസിക് ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ആസ് എ നേഴ്സ് നിങ്ങളൊരു GNM ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, MSc ആയിക്കോട്ടെ, നമ്മൾക്ക് വിചാരിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ നമ്മുടെ ലെവല് മേലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, കുറെ ആൾക്കാർ ചോദിച്ചു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ, എലിജിബിൾ ആണോ എന്ന്. ഞാൻ ഇതുവരെ എൻ്റെ പേരോ എൻ്റെ ക്വാളിഫിക്കേഷൻസോ ഒന്നും ഞാൻ പരസ്യപ്പെടുത്തി ആരോടും ലൈക്കും ഷെയറും ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ചോദിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനിയും ആർക്കെങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു MSc നഴ്സാണ്. ഒരു 20+ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 5 വർഷമായിട്ട് ഞാൻ OET പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് കുട്ടികൾ പഠിച്ച് പാസ്സായി, അവരെല്ലാം ഫ്രീ റിക്രൂട്ട്മെന്റ് നടത്തി, അവരെല്ലാം അവരുടെ ഡ്രീം ലാൻഡിൽ എത്തിച്ചേർന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ ബലം. ഓക്കെ, അപ്പോൾ ഞാൻ ടിസോൾ ഹോൾഡർ ആണ്, OET ബാഡ്ജ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ആർജിച്ചെടുത്തതും എൻ്റെ കഠിനാധ്വാനവും എൻ്റെ ആഗ്രഹവും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കീഴടക്കാൻ സാധിക്കും. ഒരാഗ്രഹവും സാഹചര്യവും ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ആർക്കെങ്കിലും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വിജയിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഞാൻ സഹായിക്കുന്നതാണ്. നമുക്ക് UK-യിലേക്കും അയർലൻഡിലേക്കും മാത്രമാണ് ഫ്രീ റിക്രൂട്ട്മെന്റ്. USA-യിലേക്കാണെങ്കിൽ 3 C+ ഒരു B ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് USA-യിലേക്ക് പോകാം. അതിനും ബിലോ 5 lakhs ആണ് അതിന്റെ എക്സ്പെൻസ് പ്രോസസ്സിംഗ് ചാർജസ് വരുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ ഈ OET അല്ലെങ്കിൽ IELTS എന്നുള്ളതും NCLEX RN എൻ്റെ കോച്ചിങ്ങും. ഓക്കെ, എക്സാം ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. പക്ഷേ കോച്ചിങ് ഫീസ് ഏജൻസി നമ്മൾ ഡയറക്റ്റ് അവരുടെ പാക്കേജിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർത്തൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഏത് കൺട്രിയിലാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ കൺട്രി നിങ്ങൾ ഡ്രീം ചെയ്യുക. നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് അവർക്കും കൂടി അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എൻ്റെ അസിസ്റ്റൻസ് വേണം, നിങ്ങൾക്കും ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പഠിച്ച് പാസ്സാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു പാക്കേജ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു 3 മാസത്തെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഗ്യാരണ്ടി നിങ്ങൾ പഠിച്ച് പാസ്സാകും. നിങ്ങൾക്കും ഒറ്റ പ്രാവശ്യം എഴുതിക്കൊണ്ട് നിങ്ങളുടെ ഡ്രീം ലാൻഡിലേക്ക് പറന്നു പോകാവുന്നതാണ്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇൻ മൈ വാട്സാപ്പ് നമ്പർ. നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വേഗം വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക. ബൈ.